ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലക്ഷ്മി പ്രിയ അമ്മയുടെ ഒരു ഫാമിലി മീറ്റ് നടന്നിരുന്നു. അതിനുശേഷം ലക്ഷ്മി പ്രിയ നീന കുറുപ്പിനെ പൂരത്തെറിവിളി, ശകാരം, അതുപോലെ തന്നെ പ്രാഗിക്കൊല്ലൽ, ഇതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവരുടെ അമ്മയുടെ അംഗങ്ങളടങ്ങിയ 504 അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെ മോഹൻലാൽ മമ്മൂട്ടി അടക്കമുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെ തെറിവിളി മാത്രമല്ല ശകാരം, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിനെതിരെ കുക്കു പരമേശ്വരൻ, ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരനും ശ്വേതാ മേനോനും എന്തു ചെയ്തു? നീന കുറുപ്പ് അതിനെതിരെ എന്തു ചെയ്തു? മോഹൻലാൽ മമ്മൂട്ടിയും എന്തു പറഞ്ഞു? ഇതൊക്കെയാണ് നാം പറയാൻ പോകുന്നത്. അതിന് മുന്നേ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയാണ് അമ്മ എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. ദിലീപിന്റെ കേസ് വന്നതോടുകൂടി പല ചേരികളായിട്ട് അവർ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നെ WCC ഒക്കെ ആയി തീർന്നു. കുറെ സ്ത്രീകളൊക്കെ ചേർന്ന് WCC മെമ്പേഴ്സായി. ഹേമ കമ്മിറ്റി വന്നു, ഒരുപാട് ആൾക്കാരെ പിടിച്ചു. അങ്ങനെ ആ സമയത്തൊക്കെ മോഹൻലാലായിരുന്നു അതിന്റെ പ്രസിഡന്റ് ആയിരുന്നത്. മോഹൻലാൽ എത്രയും പെട്ടെന്ന് ആ സ്ഥാനം ഒഴിഞ്ഞു. കാരണം എന്ത് ചെയ്താലും കുറ്റം. ദിലീപിനെ അനുകൂലിച്ചു അല്ലെങ്കിൽ പ്രതികൂലിച്ചു, എന്ത് ചെയ്താലും കുറ്റം. മോഹൻലാൽ അതിന് വേഗം ഒഴിഞ്ഞു മാറി. ഇപ്പോ സ്ത്രീകളാണ് അതിന്റെ ചുമതല ഏറ്റിരിക്കുന്നത് കേട്ടോ. ശ്വേതാ മേനനാണ് പ്രസിഡന്റ്, കുക്കു പരമേശ്വരൻ എന്ന് പറഞ്ഞ ആളാണ് ജനറൽ സെക്രട്ടറി ആയിരുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു ഫാമിലി മീറ്റ് എറണാകുളത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഫാമിലി മീറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഹസ്ബൻഡ്, കുട്ടികള്, അതുപോലെ അമ്മമാര്, അച്ഛന്മാര്, ഇവര് എല്ലാവരും കൂടിയിട്ട് ഓരോരോ പരിപാടികൾ, കലാപരിപാടികളും അതുപോലെ ഫാഷൻ ഷോ, ഇതൊക്കെ അഭിനയിക്കുകയായിരുന്നു. ഇവരുടെ ഒരു നല്ലൊരു കലാവിരുന്ന് തന്നെയായിരുന്നു. അതിന് ഉദ്ഘാടകൻ ആരായിരുന്നു? നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ആയിരുന്നു കേട്ടോ. അപ്പൊ ഇവർ നല്ല പരിപാടികളായിരുന്നു, ഫാഷൻ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതില് തന്നെ പത്മഭൂഷൺ നേടിയ മമ്മൂട്ടിയെയും അതുപോലെ തന്നെ ദാദാ സാഹിബ് പുരസ്കാരം നേടിയ മോഹൻലാലിനെയും സ്വീകരണം ഇവര് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ രാവിലെയും വൈകിട്ടും ആയിട്ടാണ് നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും വന്ന് പോയത്. അപ്പൊ രാവിലെ ഒരു വട്ടം വന്നു, എന്നിട്ട് അവർ പോയി, പിന്നെ വൈകിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതിന്റെ ചുമതലകളൊക്കെ പലവർക്കായിട്ട് ഇങ്ങനെ വീതിച്ചു കൊടുത്തിരുന്നു. അപ്പൊ സ്ത്രീകളടങ്ങിയ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഫാഷൻ ഷോ നീന കുറുപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീക്ക് നടിക്ക് കൊടുത്തു. എല്ലാവർക്കും അറിയാം നീന കുറുപ്പിന് അല്ലെ, കൊടുത്തു. അപ്പോ ബാക്കി കലാപരിപാടികൾ നമ്മുടെ ലക്ഷ്മി പ്രിയ ഉണ്ടല്ലോ, ലക്ഷ്മി പ്രിയയ്ക്കും കൊടുത്തു. ഈ പിക്ചറിലൊക്കെ കാണിക്കുന്ന നീന കുറുപ്പാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ ലക്ഷ്മി പ്രിയയ്ക്കും കൊടുത്തു. അപ്പൊ 6 മണിക്കാണ് നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും പിന്നെ ഉച്ചതിരിഞ്ഞ് വരാമെന്നൊക്കെ പറഞ്ഞ് ഏറ്റിട്ട് പോയത്. പക്ഷെ അവരെന്ത് ചെയ്തു? നേരത്തോടെ വന്നു. കലാപരിപാടികളാണല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് നേരത്തോടെ വന്നു. അവർ വന്നതോടുകൂടി ഇവരുടെ ഷെഡ്യൂൾ ആകെ തെറ്റി. അതായത് ഫാഷൻ ഷോ കഴിഞ്ഞിട്ടാണ് ഇവര് എന്ത് വിചാരിച്ചിരുന്നത്? ഈ കലാപരിപാടികളൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലും വന്നതോടുകൂടി തന്നെ കലാപരിപാടികൾ ആദ്യമാക്കി ഫാഷൻ ഷോ അവസാനമാക്കി തീർത്തു. എന്ന് വെച്ചാൽ അവർക്ക് കാണാം, അവർക്ക് ആനന്ദകരമാക്കാം. അപ്പൊ അവരാണ് ഇതിന്റെ പ്രശ്നക്കാര് അല്ലേ. അവര് നേരത്തോടെ വന്നതാണ് പ്രശ്നം ഉണ്ടായത്. പിന്നെ അവിടെ നടന്നതൊക്കെ എന്റെ പൊന്നോ. പിന്നെ കലാപരിപാടികളൊക്കെ തുടങ്ങി. ആ സമയത്ത് ഫാഷൻ ഷോ ആക്കി ഡ്രസ്സൊക്കെ ഇട്ട് നല്ല കുട്ടപ്പികളായിട്ട് നിൽക്കുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും അമ്മമാർക്കും ഒന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും ഒന്നും ഇല്ലട്ടോ, 1-2 പേര്. അവർക്ക് കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അവര് അപ്പൊ ഫാഷൻ ഷോ ഒക്കെ ഇട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കലാപരിപാടികൾക്ക് ആദ്യമേ കലാപരിപാടി തുടങ്ങിയപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇതിനെതിരെ നമ്മുടെ ലക്ഷ്മി പ്രിയാണ് കലാപരിപാടികൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ കലാപരിപാടികൾക്ക് കുറച്ച് പിള്ളേർ വിട്ടില്ല. ആര്? നീന കുറുപ്പ് ഫാഷൻ ഷോയുടെ ആളായിരുന്നല്ലോ. അപ്പൊ ഫാഷൻ ഷോയിൽ ഒരുങ്ങി നിൽക്കുന്ന ആ കുട്ടികളെ ആ ഫ്രഷ് ആയിട്ട് തന്നെ കാണിക്കാൻ വേണ്ടി അവിടെ നിർത്തിയിട്ട് ഈ കലാപരിപാടികൾക്ക് അവരെ വിട്ടില്ല. 1-2 കുട്ടികളെ വിട്ടില്ല എന്നാണ് ലക്ഷ്മി പ്രിയ പറയുന്നത്. ഇതിന് ശേഷം, പരിപാടിക്ക് ശേഷം, മോഹൻലാലും മമ്മൂട്ടിയൊക്കെ പോയതിനു ശേഷം ഇവർക്കൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പ്, 504 മെമ്പേഴ്സ് അങ്ങോട്ട് അടങ്ങിയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈ വാട്സപ്പിൽ ഒരു മെസ്സേജ് അങ്ങോട്ട് അയച്ചു. ആ മെസ്സേജ് എന്ന് പറഞ്ഞ വോയിസ് മെസ്സേജ് ആണ്. ആ വോയിസ് മെസ്സേജ് കേട്ടാല് മോഹൻലാലും മമ്മൂട്ടിയും ശ്വേതാമേനോനും അതുപോലെ നീന കുറുപ്പും കുക്കു പരമേശ്വരനൊക്കെ കൂടി ഞെട്ടിത്തരിച്ചു പോയി ആ വോയിസ് കേട്ടിട്ട്. പ്രാഗി കൊല്ലുക മാത്രല്ല, തെറിവിളി, ചീത്ത പറച്ചില്, വിഷമം പറച്ചില്, മരിക്കുന്ന കാര്യം വരെ പറഞ്ഞു. നീ മരിക്കുന്നത് ചത്ത് ചീഞ്ഞ പോലെയായിരിക്കും നീ മരിക്കുന്നത്. അത് നമുക്കൊന്ന് വോയിസ് കേട്ട് നോക്കാട്ടോ. മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ, ഗതി കിട്ടാതെ നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങളെ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ ഒരുക്കി ഞങ്ങളുടെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്? എനിക്കറിയാലോ, ഞാൻ ഇതിനകത്തുള്ള ഒരു കോർഡിനേറ്റർ തന്നെയല്ലേ. എനിക്കറിയാലോ ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയാവല്ലോ. ആ കൊച്ചിന് കോസ്റ്റ്യൂം ഇട്ട് നിന്നൊരു കൊച്ചിനെ സ്റ്റേജിൽ കയറാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാന്യമായിട്ട് സ്റ്റേജിൽ കയറാനോ, വിളക്ക് കത്തിക്കുന്നിടത്ത് നിൽക്കാനോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ലാലേട്ടനെ ആദരിക്കുന്നിടത്ത് നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളടുത്ത് വേണ്ട 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 എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത്?
നിങ്ങൾ എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോ ഉണ്ടല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ. മനസ്സിലായോ? വിഷമാണ് നിങ്ങൾ. നിങ്ങളാണ് ഈ സംഘടനയിലെ പോയിസണേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ്. മനസ്സിലായോ? ഈ കുഞ്ഞ് പാവ ആ കൊച്ച് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അത് ഒരുങ്ങി നിന്നിട്ട് ഇത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഐറ്റം. നിങ്ങൾക്ക് ജലസ് കൊണ്ട് മാത്രമാണ്. ആ കൊച്ചിന് എന്നെ ആ വിവരം അറിയിക്കാനുള്ളൊരു സമയം പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. എന്താണ് നിങ്ങൾ എന്താ മാനത്തൊന്ന് പൊട്ടി വീണതാണോ? നിങ്ങളുടെ തലയിൽ കൂടെ ആണോ ഈ അമ്മ അസോസിയേഷനിലെ 504 അംഗങ്ങളുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നീനാക്കുറുപ്പെ പറ, നിങ്ങൾ പറ. നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിന്റെ സമാധാനം പറയിപ്പിക്കും. മനസ്സിലായോ? നിങ്ങൾ കരയും. ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ടോ? പറ. നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം മേടിക്കേണ്ടത്, ബഹുമാനം കൊടുത്താണ് ബഹുമാനം മേടിക്കേണ്ടത്. നിങ്ങൾ ഒറ്റയൊരുത്തി ഇലക്ഷന് മുമ്പ് എല്ലാ മനുഷ്യരും നിങ്ങൾ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത്. ലക്ഷ്മി പ്രിയക്ക് വോട്ട് കൊടുക്കരുതെന്ന് വിളിച്ചു പറഞ്ഞ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്കത് പുല്ലായതുകൊണ്ടുണ്ടല്ലോ, ഈശ്വരനാണ്. നീനാക്കുറിപ്പല്ല ലക്ഷ്മി പ്രിയയുടെ ജാതകം എഴുതുന്നത്. മനസ്സിലായോ? നീനാക്കുറിപ്പിന് ഒരു കുണ്ടേ സാധിക്കില്ല ഈ ലോകത്ത്. നിങ്ങൾ ഇത്രയും വലിയൊരു പ്ലാനറ്റിൽ നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ്, നമ്മൾ ആരാണ്? അത് നിങ്ങൾ വിചാരിക്കണം. നിങ്ങളുടെ പിന്നെ അങ്ങനെ ഒരു തവളയ്ക്കൊരു വിചാരമുണ്ട്, പൊട്ടക്കുഴിയിലെ തവളയ്ക്ക് ഇതാണ് സ്വർഗ്ഗലോകം എന്ന്. നിങ്ങൾ എന്താ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നു, മറ്റേ ഡാൻസിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, അതിലിടപെടുന്നു, ഇതിലിടപെടുന്നു. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ഇത്രയും 16 അംഗങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ? സ്ത്രീയെ അവനവനെ ഏൽപ്പിക്കുന്ന ജോലി അവനവൻ ചെയ്യണം. മനസ്സിലായോ? ഞങ്ങൾ ഇത്ര ആൾക്കാരുടെ ശാപം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ആദ്യം ഞങ്ങളുടെ ആ പ്രോഗ്രാമിനെ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ഞാനാണ് നിങ്ങളുടെ ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വിടാതെ തടസ്സപ്പെടുത്തി പിടിച്ചു വെച്ചാൽ നിങ്ങൾ ചെയ്ത് ഒട്ടും മര്യാദയായില്ല. പിന്നെ നിങ്ങൾ അറിയിക്കുന്ന രീതിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ അവിടെ കിടന്ന് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത്? നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതിന് നിങ്ങളാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. അതിന് ഞങ്ങൾ 16 പേർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? നിങ്ങൾ എന്താ കടന്ന് കാണിച്ചത്? അവനവനൊന്ന് ഒതുങ്ങണം ആദ്യമേ. ഞങ്ങളൊക്കെ തലേ കൂടെ വണ്ടി ഓടി തന്നെയാണ് നടന്നത്. ഓരോരുത്തരും ഇവിടെയുള്ള 16 പേരും ഈക്വലി എഫേർട്ട് എടുത്തിട്ടുണ്ട്. സന്തോഷ് കീഴാറ്റൂര് ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴപ്പോ ഓരോ കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ വിളിച്ച് ചോദിക്കുക, ആ ടെൻഷൻ അനുഭവിക്കുക അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? എല്ലാവരും അവരവർക്ക് ഏൽപ്പിച്ച ജോലി. നിങ്ങൾക്ക് മാത്രം എന്താ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്? നിങ്ങൾക്ക് എന്താ വന്നത്? നിങ്ങൾക്ക് എന്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ആ വന്നത്? ഇത് എല്ലാരും ഞാൻ ഇവരോട് എനിക്ക് ഇവരെ വിളിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. അതുപോലെ നടക്കും. അതൊന്നും എന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു എന്താ പറയാ എന്തെങ്കിലും ആയിട്ട് ഞാൻ കാണുന്നില്ല സൗന്ദര്യത്തിനെ. സൗന്ദര്യം എന്ന് പറഞ്ഞൊരു ഘടകമേല. നമ്മുടെ മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത്. മനസ്സാണ് എല്ലാം. ആ മനസ്സ് നിങ്ങൾക്കില്ല. നിങ്ങളുടെ മനസ്സ് മൊത്തം വിഷം മാത്രമാണ്. മനസ്സിലായോ? വിഷം മാത്രമാണ് നിങ്ങളുടെ മനസ്സ്. നിങ്ങളുണ്ടല്ലോ, ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങൾ ഗതി പിടിക്കൂല. ഇത് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പരസ്യമായിട്ട് വന്നത്. ഇത് സ്റ്റേജിൽ മൈക്കെടുത്ത് പറയേണ്ട കാര്യമാണ് ഞാൻ ഇപ്പൊ ഈ പറയുന്നത്. നമ്മൾ 17 പേര് നിന്നു. ഇത് ഔട്ടായി പോണെങ്കിൽ ഔട്ടായി പൊക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്താണ് നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയത്? എന്ത് പ്രഷറാണ് ആൾക്കാർക്ക് കൊടുത്തത്? നിങ്ങൾ കാരണം രാത്രി 12:30 മീറ്റിംഗ് വിളിക്കേണ്ടി വരുന്നു. ഇവിടെ എന്താ പണിയെടുക്കുന്നവരായില്ലേ? കേറ്ററിംഗിന്റെ ആൾക്കാർ വരെ വന്നിട്ട് എന്താ മാഡം അവരിങ്ങനെ? അപ്പൊ പബ്ലിക്കാണ്. അവർക്ക് അമ്മയിൽ ഫുഡ് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവര് പുറത്തുള്ളവരാണ്. അത് നിങ്ങൾ മനസ്സിലാക്ക്. അവര് പോലും നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഇതാണോ നമ്മൾ കൊടുക്കേണ്ട സാമൂഹിക സന്ദേശം? ഇതാണോ? നിങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. പുഴുത്ത് നാറി മാത്രമേ നിങ്ങൾ ചാവുകയുള്ളൂ. നോക്കിക്കോ. അങ്ങനെയൊക്കെ പ്രാഗി അവസാനം എന്തായി? ലക്ഷ്മിപ്രിയയുടെ വിഷമം കൂടുതൽ എന്താണ്? ഇലക്ഷന് വേണ്ടി ലക്ഷ്മിപ്രിയ മത്സരിച്ച സമയത്ത് വോട്ട് കൊടുക്കരുത് എന്നും പറഞ്ഞ് നീനാക്കുറുപ്പ് എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടന്നു എന്നാണ് പറയുന്നത്. അതിന് കൂടുതൽ രോഷം മനസ്സിലുണ്ട്. എനിക്ക് താങ്കളെ ഇഷ്ടമില്ല എന്ന് പറയുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്താലും ഇഷ്ടമില്ലാത്ത അച്ചി എന്ത് തൊടുന്നതൊക്കെ കുറ്റം എന്ന് പറയുന്ന പോലെ ആയിരിക്കും. പിന്നെ നീനാക്കുറുപ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ചോദിക്കാൻ വേണ്ടി ആരെയുണ്ട്? ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരനുണ്ട്, പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോനുണ്ട്. ഇവർക്കൊന്നുമില്ലാത്ത രോഷം എന്തിനാണ് ലക്ഷ്മിപ്രിയക്കുള്ളത്? ഇനി അഥവാ രോഷം വന്നു, ഇനി ആളുടേതായ രീതിയിൽ ആൾക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല നീനാക്കുറുപ്പ് കാരണം എന്ന് രോഷം വന്നു എങ്കിൽ രോഷത്തിന് മറ്റുള്ളവരെ ചീത്ത പറയുകയല്ല വേണ്ട. ലക്ഷ്മിപ്രിയ ആരെയും ചീത്ത പറയുകയല്ല വേണ്ട. അവരടുത്ത് പറയാം, നിങ്ങൾ ചെയ്തത് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കാം. അമ്മയിൽ പരാതി കൊടുത്തൂടെ? അല്ലാതെ പ്രാഗി കൊന്ന് ബിഗ് ബോസ് വെച്ച് തന്നെ കണ്ടിട്ടുണ്ട് ലക്ഷ്മിപ്രിയയുടെ ശരിക്കുള്ള സ്വഭാവം. അത് ഞങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ രുദ്രാക്ഷൊക്കെ ഇട്ടിട്ട് ദൈവത്തിന്റെ പാതയിലൊക്കെ നടക്കുകയും അതുപോലെ യോഗ ചെയ്യുകയൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ആളാകെ മാറിപ്പോയി. ഒരു നേരം മാത്രമേ ഭക്ഷണമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആളാകെ മാറിപ്പോയിന്ന്. പക്ഷെ ഇപ്പൊ മനസ്സിലായോ ഒന്നും കൂടി താഴെ തട്ടിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ഒന്നും ഉയർന്നിട്ടില്ല എന്ന്. ഒരാളെ ഇത്ര മാത്രം എന്തിനാ ദ്രോഹിക്കുന്നേ?
ഇതൊക്കെ കേട്ട് എല്ലാ നടന്മാരും ഞെട്ടിയിരിക്കുകയാണ് കേട്ടാ. ശ്വേതാ മേനോൻ മൗനം പാലിച്ചിരിക്കുകയാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഒരക്ഷരം ഇതിനെക്കുറിച്ച് മിണ്ടിയില്ല. കുക്കു പരമേശ്വരൻ മാത്രമാണ് ഒരു സന്ദേശം ഇട്ടത്. ആ സന്ദേശം എന്താന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ എനിക്കിത് പറയാതെ വയ്യ. ഈ സംസാരിച്ചത് വളരെ 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 മോശമാണ്. നടപടി എടുക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ലക്ഷ്മി ഇപ്പൊ പറഞ്ഞതെല്ലാം അമ്മയ്ക്ക് ചേരാത്തതാണ്. മറ്റ് സൈഡിൽ എന്തുണ്ടായി എന്നുണ്ടെങ്കിൽ ഒരു പരാതിയാണ് എഴുതി തരേണ്ടത്, അല്ലെങ്കിൽ പരാതി. അത് ഈ ഗ്രൂപ്പിൽ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. ഇത് ഇപ്പോ ലക്ഷ്മിയാണ് മറ്റു 16 പേരെയും മോശമാക്കിയത്. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. അമ്മയിലെ ഒരാളും എന്ത് എതിരഭിപ്രായം ഉണ്ടെങ്കിലും ഈസിയിൽ കൊണ്ടുവരാം, നേരിട്ട് പറയാം. ദിസ് ഇസ് നോട്ട് ദ വേ an അമ്മ മെമ്പർ ഷുഡ് ബിഹേവ്. ഒരു പ്രോഗ്രാമിൽ നടന്ന എന്ത് ഇഷ്യൂ ആണെങ്കിലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇത് തെറ്റ് തന്നെയാണ്. ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ലക്ഷ്മിക്ക് വികാരങ്ങൾ ഉണ്ടാവാം, ദേഷ്യമുണ്ടാവാം, എതിർപ്പുണ്ടാവാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ളതാണ്. അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യണം. ആര് അതെ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമുക്ക് ദേഷ്യം വന്നു വെച്ചാൽ മറ്റുള്ളവരെ മേലിട്ട് തീർക്കലല്ല നമ്മുടെ ഇത്. നമ്മുടെ ദേഷ്യം നമ്മൾ കടിച്ചമർത്തണം. അതായത് എന്ത് തെറ്റാണ് ചെയ്തത് അതിനെതിരെ ആ വ്യക്തിയെ തുറന്നു കാണിക്കണം. എല്ലാവർക്കും അറിയാലോ ഈ സംഭവം. അപ്പൊ ആൾക്കെതിരെ നടപടിയെടുക്കണം. ഇപ്പൊ എന്താ ഉണ്ടായത്? നീനാക്കുറുപ്പ് ഇതിനെതിരെ പരാതി നൽകി. ഇമാതിരി തെറിയൊക്കെ വിളിച്ച് ആരെ പരാതി കൊടുക്കാത്തെ? അതുകൊണ്ട് തന്നെ അമ്മയുടെ മീറ്റിംഗ് മാർച്ച് 2-ാം തീയതി വെച്ചിരിക്കുകയാണ്. അതില് ലക്ഷ്മിപ്രിയ മാപ്പ് പറയണം എന്ന് നീനാക്കുറുപ്പ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ലക്ഷ്മിപ്രിയയെ അമ്മയുടെ നിന്നിട്ട് സസ്പെൻഡ് ചെയ്യണമെന്നും ലക്ഷ്മിപ്രിയ അല്ല, നീനാക്കുറുപ്പ് പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നീനാക്കുറുപ്പ് തെറ്റ് ചെയ്തിട്ടുണ്ടോ? തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്ന് തന്നെ പറയണ്ട. പരിപാടി മാറ്റി വെച്ചിട്ട് ഒരാൾക്ക് അവസരം നഷ്ടപ്പെടുത്തി, തെറ്റ് തന്നെയാണ്. അതിന് ഇമാതിരി തെറിയും ചീത്തയും നമ്മൾ പണ്ട് പൂർവ്വവൈരാഗ്യം വെച്ച് പെരുമാറുന്ന പോലെ ഒരു പരിപാടിക്കല്ലേ, അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. ജീവൻ മരണ പോരാട്ടം ഒന്നുമില്ലല്ലോ ഇത്. ഒരാളുടെ ജീവൻ പോണ കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അതിനെതിരെ പരാതി കൊടുക്കുകയാണെങ്കിൽ നീനാക്കുറുപ്പ് അതിനുള്ള ആക്ഷൻ കിട്ടിയേനെ. പക്ഷെ ഇപ്പൊ ലക്ഷ്മിപ്രിയക്കാണ് ഇപ്പൊ എതിരെയാണ് ഇപ്പൊ ആക്ഷൻ വരാൻ പോകുന്നത്. കാരണം വെച്ചാൽ അമ്മാതിരിയാണ് ഇത്ര 504 മെമ്പേഴ്സ് ഉള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞത്. പിന്നെ ആണുങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ല, പെണ്ണുങ്ങൾ തമ്മിലുള്ള അടിയാണ്. അതുകൊണ്ട് ലാലേട്ടനും മമ്മൂക്കയും ഒരക്ഷരം ഇതിനെതിരെ പറഞ്ഞിട്ടില്ല. ശ്വേതാമേനൻ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത് എന്ന് എനിക്ക് അറിയുന്നില്ല. ശ്വേതാമേനനാണ് എന്തിനു പറയേണ്ടത്? പ്രസിഡന്റ് ആണല്ലോ, ആളാണ് ഇത് പറയേണ്ടത്. നിർത്തു, നിങ്ങളുടെ ഈ ടോക്കിംഗ് നിർത്തു എന്ന് പറയേണ്ടത് ആരാണ്? ശ്വേതാമേനനാണ്. പക്ഷേ ജനറൽ സെക്രട്ടറി ആണ് അതിനെതിരെ പറഞ്ഞിരിക്കുന്നത്. ഇനി മാർച്ച് 2-ാം തീയതി ഇതിനെതിരെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, താങ്ക് യു.